إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وفي روايته وكل ضلالة في النار. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقكم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين. ആധുനികരായ സത്യവിശ്വാസികളെ, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോകങ്ങളുടെയും നിയന്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമേ എന്ന് ഈ ഖുത്ബയുടെ ആമുഖത്തിൽ തന്നെ എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിർവഹിക്കുവാനുള്ള ഒരു മഹത്തായ ഇബാദത്താണ് ഉലൂഹിയ്യത്ത്. പരിശുദ്ധ ഹജ്ജും ആ ഹജ്ജുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ മാസം പറക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ദുൽഹിജ്ജ 1 പിറന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ, പഠിപ്പിക്കുന്നതിൽ കൂടുതൽ പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ ദുൽഖഅദ മാസത്തിന്റെ പകുതിയിലേറെ ദിവസങ്ങൾ കഴിഞ്ഞു. ഇനിയുള്ള ദിനരാത്രങ്ങളെ ദുൽഹിജ്ജ മാസത്തിലേക്ക് വേണ്ടി നാം ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒന്ന്, ഉലൂഹിയത്തിന്റെ ശ്രേഷ്ഠത, ആ ബലികർമ്മത്തിന്റെ പ്രാധാന്യം, അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ, വിശുദ്ധ ഖുർആനും ഹദീസും ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ശക്തമായ കൽപ്പനാ നിർദ്ദേശങ്ങൾ. ഇതാണ് ഇന്നത്തെ ഖുത്ബയിൽ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ തന്നെ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളുടെ പ്രാധാന്യവും പരിശുദ്ധ റമദാനിനെ പോലെ ആ റമദാൻ അവസാനത്തെ 10-നേക്കാൾ പ്രാധാന്യത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളും
ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്കുണ്ട്. അതിന്റെ പ്രാധാന്യം അടുത്ത ഖുതുബയിലും ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുന്ന കാര്യം നാമൊക്കെ മനപ്പാഠമാക്കിയ ഒരു ചെറിയ സൂറത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. അല്ലാഹു സുബ്ഹാനഹു വ തആല 108ാമത്തെ ആയത്തിലെ അധ്യായത്തിലെ 1-2 വചനങ്ങൾ അല്ലാഹു തആല പറയുന്നു, ഇന്നാ അഅതൈനാകൽ കൗസർ. മുഹമ്മദ് നബിയെ, താങ്കൾക്ക് നാം ഒരുപാട് ഖൈറുകൾ നൽകിയില്ലേ? അതിൽ ഏറ്റവും വലിയ ഒരു ഖൈറാണ് ഹൗദുൽ കൗസർ എന്ന പാനീയം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മഹ്ശറിൽ വെച്ചുകൊണ്ട് അവിടുത്തെ ഉമ്മത്തിലെ മുഅ്മിനീങ്ങൾക്ക് മുക്കി കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ഒരു വലിയ ദറജയാണത്, ഒരു സ്ഥാനമാണത്. അതുപോലെ തന്നെയുള്ള വസീലത്തും ഫദീലത്തും മറ്റൊരു സ്ഥാനമാണ്. ഇതുപോലെ ദുനിയാവിൽ എത്രയോ സ്ഥാനമാനങ്ങളും ഒരുപാട് പദവികളും ശ്രേഷ്ഠതകളും നബിയെ താങ്കൾക്ക് നൽകിയില്ലേ? അതുകൊണ്ട് ഫസല്ലി റബ്ബിക, താങ്കൾ അല്ലാഹുവിന്റെ നാമം സ്മരിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിക്കണം. എന്നിട്ട് പറഞ്ഞു അല്ലാഹു അൻഹർ, പിന്നീട് അറുക്കുകയും ചെയ്യണം. ഈ ആയത്തിലൂടെ അല്ലാഹു തആല ബലിപെരുന്നാൾ ദിവസത്തിന്റെ നമസ്കാരത്തെ സംബന്ധിച്ചും ആ നമസ്കാര ശേഷം നിർവഹിക്കപ്പെടുന്ന ഉലൂഹിയ്യത്ത് എന്ന ആരാധനാ കർമ്മത്തെ സംബന്ധിച്ചുമാണ് ഇവിടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള ഒരു കൽപ്പനയല്ല ഇത്, മറിച്ച് ശേഷിയുള്ള, സാമ്പത്തിക ശേഷിയുള്ള ഓരോ വിശ്വാസിയും സ്വന്തം പണം ചെലവഴിച്ച് ഒരു ഗുരുവിനെ വാങ്ങി അതിനെ തീറ്റിപ്പോറ്റി ആ പെരുന്നാൾ ദിവസത്തിൽ തന്റെ കൈ കൊണ്ട് തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് അറുക്കുകയാണെങ്കിൽ അതിന് വലിയ പ്രതിഫലമുണ്ട്, ഒരു വലിയ സ്ഥാനമുണ്ട്. സാമ്പത്തികമായി സാധിക്കാത്ത ആളുകൾക്ക് ഫിഖ്ഹി പ്രകാരം നമുക്കറിയാം, ഒരു മാടിന്, ഒരു ഒട്ടകത്തിന് 7 ആളുകൾക്ക് വരെ ഷെയർ കൂടാം. ആടിന് പറ്റില്ല. അപ്പോ മാടുകൾക്കും ഒട്ടകത്തിനും 7 ആളുകൾക്ക് ഷെയർ കൂടാം. അങ്ങനെ 7 ആളുകൾ കൂടിയിട്ട് ഒരു ഗുരുവിനെ വാങ്ങിയിട്ട് അറുക്കുക എന്നതും ഇതുപോലെ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ധാരാളം ഗുരുവിനെ അറുത്തിട്ടുണ്ട്. മാത്രമല്ല അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുഹിയ ബി കൈബശൈനി അംലഹൈനി അഖറനൈൻ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, കൊമ്പുള്ളതും തൂവെള്ള നിറമുള്ളതുമായ 2 കൂറ്റനാടുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറുത്തിട്ടുണ്ട്. അപ്പോ തന്റെ കരങ്ങൾ കൊണ്ട് 2 ആടുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തിട്ടുണ്ട്. സാധിക്കുന്ന ആളുകൾക്ക് എത്രയും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അറവ് നടത്താവുന്നതാണ്. ഈ ദിനം യൗമുൻ നഹർ എന്ന് പറയുന്ന ദുൽഹിജ്ജയിലെ ആ അറഫ ദിനം, ആ പെരുന്നാൾ ദിനം, അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഫലമുള്ള മഹത്തായ ഒരു ദിനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആരാധനാ കർമ്മം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു മൃഗത്തെ നാം പോറ്റി അതിനെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അറുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല രക്തദാഹിയായ ഒരു പടച്ചവനാണെന്ന് വിചാരിക്കരുത്. പല മതങ്ങളിലും ബലികർമ്മം എന്ന് പറയുന്നത് ആ മൂർത്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ പ്രതിഷ്ഠക്ക് വേണ്ടി ആ അറവ് പ്രത്യേകമായ ബലികല്ലുകളിൽ കൊണ്ടുപോയി ആ ദേവീ ദേവന്മാരുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ദൈവേതര ശക്തികൾക്ക് വേണ്ടി രക്തം കൊടുക്കുന്ന ആരാധനാ അനുഷ്ഠാനങ്ങൾ പല മതങ്ങളിലും ഉണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല രക്തദാഹിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു മൃഗത്തിന്റെയും മാംസത്തിന്റെ ആവശ്യമില്ല, മറിച്ച് അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ആ കൽപ്പനയിലൂടെ ആ ധർമ്മനിഷ്ഠ പാലിച്ചുകൊണ്ട് തന്റെ മനസ്സിനെയും തന്റെ ശരീരത്തെയും തന്റെ സമ്പത്തിനെയും അള്ളാഹിന്റെ പ്രീതിക്ക് വേണ്ടി കീഴുതങ്ങുന്ന ഒരു മുസ്ലിമാക്കി മാറ്റുക എന്ന ആ ഒരു ധർമ്മനിഷ്ഠയാണ് അള്ളാഹു അതിലൂടെ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആൻ വ്യക്തമായി കൊണ്ട് തന്നെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിന്റെ 37-ാമത്തെ ആയത്തിലൂടെ ആ കാര്യം അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു. ലൻ യനാലുല്ലാഹു ലുഹൂമുഹാ
ولا دماؤها لن ينال الله لحومها ولا دماؤها നിങ്ങൾ തക്ബീർ ചൊല്ലി അറക്കുന്ന മൃഗങ്ങളുടെ രക്തമോ അതിന്റെ മാംസമോ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേരുന്നില്ല, റബ്ബിലേക്ക് എത്തുന്നില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, മറിച്ച് നിങ്ങളിൽ നിന്നുള്ള ആ റബ്ബിലേക്ക് ആ സമർപ്പണമാണ്, ആ തഖ്വയാണ്, ആ ധർമ്മനിഷ്ഠയാണ് അല്ലാഹു തആലയിലേക്ക് എത്തുന്നത്. കദാലിക സഖറഹാ ലക്കും ലിതുകബ്ബിറുല്ലാഹു അലാ മാ ഹദാകും വബശ്ശിരിൽ മുഹ്സിനീൻ. അല്ലാഹു നിങ്ങൾക്ക് മാർഗദർശനം നൽകിയതിന്റെ പേരിൽ അവന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ, അവന്റെ മഹത്വം പ്രതീക്ഷിക്കുവാൻ അവയെ നിങ്ങൾക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. അതുകൊണ്ട് മുഹമ്മദ് നബിയെ പറഞ്ഞു കൊടുക്കുക, എന്ത് വബശ്ശിരിൽ മുഹ്സിനീൻ, സൽവൃത്തരായ ആളുകൾക്കാണ് സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പൊ സൽവൃത്തരായ ആളുകൾ ആരാണ്? അല്ലാഹു തആല സന്തോഷ വാർത്ത അറിയിക്കാൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ച ആളുകൾ ആരാണ്? അല്ലാഹു തആല കീഴൊതുക്കി തന്ന ആ ഒരു മൃഗത്തെ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുമ്പോൾ അവൻ അതിൽ കാണിക്കുന്ന ആ താല്പര്യം, അവൻ അതിൽ കാണിക്കുന്ന ആ ധർമ്മനിഷ്ഠ, അവൻ അതിൽ കാണിക്കുന്ന ആ ഒരു തഖ്വ, അതാണ് പ്രിയമുള്ള വിശ്വാസികളെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു തആല അവന്റെ കർമ്മങ്ങളുടെ പ്രതിഫലം സ്വീകരിക്കുക. മനുഷ്യരോളം പഴക്കമുള്ള ഒരു ആചാരമാണ് യഥാർത്ഥത്തിൽ ബലികർമ്മം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി നടത്തുക എന്നത്. നമുക്കറിയാം, ഒന്നാമത്തെ മനുഷ്യനായ അവൽ ബശർ ആദം അലൈഹിസ്സലാം, അവിടുത്തെ രണ്ട് മക്കളാണ് ഹാബീലും കാബീലും. അങ്ങനെ ആ രണ്ട് മക്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ബലി നടത്തിയതിനെ സംബന്ധിച്ച് 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 30 മുതൽ 34 വരെയുള്ള ആയത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. അവിടെ അല്ലാഹു തആല അവർക്ക് മൃഗങ്ങളെ നൽകി. ആ മൃഗങ്ങളെ അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ അറുത്തു. ഒരാളിൽ നിന്ന് അല്ലാഹു സ്വീകരിച്ചു, മറ്റേ ആളിൽ നിന്ന് അത് സ്വീകരിച്ചില്ല. എന്താ കാരണം? അവിടെ അവന്റെ നിയ്യത്ത് പാളിപ്പോയി. അതേപോലെ തന്നെ അവൻ ആ അറവിൽ ഉദ്ദേശിച്ചിട്ടുള്ള ഉദ്ദേശം ഇഖ്ലാസ് അത് ചോർന്നുപോയി. അവിടെ വേറെ ഒരു ദുനിയാവിന്റെ ചില താല്പര്യങ്ങളും അതേപോലെ തന്നെ ചില വിദ്വേഷങ്ങളും പകയും അവിടെ ഒരു മകന് കടന്നു വന്നു. അതുകൊണ്ട് തന്നെ ഒരു മകന്റെ നേർച്ച അല്ലാഹു സ്വീകരിച്ചില്ല. അതിന്റെ ഭാഗമായി ആ അനുജൻ ജ്യേഷ്ഠനെ കൊല്ലുന്നതാണ് പിന്നീടുള്ള ആയത്തിലൂടെയുള്ളത്. ആ കൊന്നിട്ട ശരീരം എങ്ങനെ മറവ് ചെയ്യാൻ കഴിയണം അറിയില്ലാത്ത വിധം പ്രയാസപ്പെട്ടപ്പോൾ 34-ാമത്തെ ആയത്തിലുള്ള അല്ലാഹു തആല ഒരു കാക്കയെ, 2 കാക്കകളെ അയച്ചു കൊടുത്ത് ഒരു കാക്ക മറ്റേ കാക്കയെ കൊന്ന് അതിനെ കുഴികുത്തി മുഴിച്ചു മൂടുന്നത് പഠിപ്പിച്ചു കൊടുത്തു. ഈ ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ നേർച്ച സ്വീകരിച്ചു, മറ്റേ ആളുടെ നേർച്ച തള്ളിക്കളഞ്ഞു. എന്താ കാരണം? അല്ലാഹുവിലേക്ക് ഉയരുന്നത് അവന്റെ സമ്പത്തോ അവന്റെ രക്തമോ മാംസമോ അല്ല, തഖ്വയാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അല്ലാഹു എന്തൊരു അമലും അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മള് ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മഹത്തായ ആരാധനാ കർമ്മം എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ച് അല്ലാഹുവിന്റെ പേരിൽ മാത്രം നൽകേണ്ടതാണ്. അല്ലാഹുവില്ലാത്ത ഒരാളുടെ പേരിലും നമ്മൾ നേർച്ച മൃഗങ്ങളെ നേർച്ചയാക്കാനോ അറുക്കാനോ വിതരണം ചെയ്യാനോ അവരെ പേരിൽ ആണ്ടോ ഉറൂസോ കൊണ്ടാടാനോ പാടില്ല. മഹാന്മാരായ ബദർ ശുഹദാക്കളുടെ പേരിൽ പരിശുദ്ധ റമദാനിന്റെ 17-ാം രാവിലെ നല്ല പോത്തിനെ വാങ്ങി നേർച്ചയാക്കി കൊടുക്കുക, ബദരീങ്ങളുടെ പേരിൽ നേർച്ചയാക്കുക. മഹാന്മാരായ ബദർ ശുഹദാക്കൾ നമുക്കറിയാം, 313 ആളുകൾ പങ്കെടുത്തിട്ട് അതിൽ നിന്ന് 14 ആളുകൾ മരണപ്പെട്ടതിന് ശേഷം ബാക്കി 280 ചില്ലാനം ആളുകൾ ജീവിച്ചിട്ട് അവർ ഒരു കൊല്ലം പോലും റമദാൻ 17 ബദരീങ്ങൾ ആണ്ട് കൊണ്ടാടിയിട്ടില്ല. പ്രത്യേകമായ ഭക്ഷണം വന്ന് ചോറ്റേരി എവിടല്ലേ, പായസം വെക്കാനും സംവിധാനങ്ങളില്ലേ? ഉണ്ട്. പക്ഷെ അവരാരും ആ സ്വഹാബത്തിന് മദ്ഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പുകഴ്ത്തി പാടി ആ ദിവസത്തിൽ അറുത്ത് അവരെ പൊരുത്തം പ്രതീക്ഷിച്ചിട്ടില്ല.
അതേപോലെ തന്നെ പല നിലക്കുമുള്ള ജാറങ്ങളിലേക്ക്, മഖബറകളിലേക്ക്, ദേവീദേവന്മാരിലേക്കൊക്കെ മനുഷ്യന്മാർ ഇന്ന് പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അറക്കുന്നുണ്ട്. അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല, അത് കടുത്ത ശിർക്കാണ്, ബഹുദൈവാരാധനയാണ്, അല്ലാഹു പൊറുക്കാത്ത പാപമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നു 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിന്റെ 34-ാമത്തെ ആയത്ത്. ഞാൻ ഇന്നത്തെ ഈ വിഷയത്തിലേക്ക് വേണ്ടി ആമുഖത്തിൽ ഓതിയ ആയത്താണ്. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസഖാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സമുദായത്തിനും അതാത് പ്രവാചകന്മാരിലൂടെ ഓരോ മനാസിക്കുകൾ, ആരാധനാ കർമ്മങ്ങൾ, ഓരോ ബലികർമ്മങ്ങൾ നൽകിയിട്ടുണ്ട്. അലാമാ റസഖകും മിൻ ബഹീമത്തിൽ വല്ലനാം. അല്ലാഹു തആല അവർക്ക് വേണ്ടി ജീവിതത്തിൽ അവർക്ക് അവരുടെ ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയും അവർക്ക് ഭക്ഷണമായിട്ടും അല്ലാഹു തആല അവർക്ക് മൃഗങ്ങളെ അറക്കുവാനും പോറ്റുവാനും പരിചരിക്കുവാനും അല്ലാഹു അനുവാദം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നു വഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. അറിയണം, നിങ്ങളുടെ റബ്ബ് അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല, അവന് കൂറുകാരില്ല, അവന് പാർട്ട്ണർമാരില്ല. അവനിലേക്ക് പ്രാർത്ഥനകളും ഇസ്തിഗാസകളും നേർച്ചകളും വഴിപാടുകളും നടത്താൻ ഒരിക്കലും നമ്മൾ മരണപ്പെട്ടു പോയ മഹാത്മാക്കളുടെ ഖബറിലേക്ക് പോവണ്ട. മരിച്ചുപോയ ഏതെങ്കിലും ഔലിയാക്കളെ വിളിച്ച് സഹായം തേടല്ല. മരിച്ച ഇടയാടന്മാരില്ലാതെ അല്ലാഹു തആലയിലേക്ക് മാത്രമാണ് നിങ്ങളുടെ ഇബാദത്തുകള്, നിങ്ങളുടെ പ്രാർത്ഥനകള്, നിങ്ങളുടെ നേർച്ചകള്, നിങ്ങളുടെ വഴിപാടുകള് മുഴുവനും നിങ്ങൾ നൽകേണ്ടത്. കാരണം അവൻ ഏകനാണ്, അവൻ സ്വയം പര്യാപ്തനാണ്, അവന് തുല്യനായ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് ഫലഹു അസ്ലിമൂ, നിങ്ങൾ പൂർണ്ണമായും അല്ലാഹുവിന്റെ കൽപ്പനക്ക് കീഴൊതുങ്ങണേ. വബശ്ശിരി മുഖ്ബിതീൻ. അല്ലാഹു തആല പറയുന്നു എന്ന് മുഹമ്മദ് നബിയെ ആ കീഴൊതുങ്ങിയ വിനീതന്മാരായ അവന്റെ ദാസന്മാർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ റസൂലേ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് മുഅ്മിനീങ്ങളെ. ഇതെല്ലാം ആ ഉലൂഹിയത്തിന്റെ പ്രാധാന്യമാണ്, ബലികർമ്മത്തിന്റെ പ്രാധാന്യമാണ്. റബ്ബിലേക്ക് നാം അർപ്പിക്കുന്ന ആരാധനയായ, നേർച്ചയായ ഈ ഇബാദത്തിന്റെ പ്രാധാന്യമാണ്. അത് അല്ലാഹു അല്ലാത്തവരിലേക്ക് നാം നൽകുമ്പോൾ അത് ഒരു വലിയ പോത്തോ ഒട്ടകമോ ആനയോ ഒന്നും കൊടുക്കണ്ട. നിസാരമായ ഒരു രൂപ നാം അല്ലാഹു അല്ലാത്ത ആളുകളുടെ മാർഗത്തിൽ നേർച്ച കൊടുത്താൽ മതി. നമ്മുടെ വീട്ടില് നമുക്കറിയാം, നമ്മുടെ ഈ കേരളത്തിലെ ബഹുസ്വര സമൂഹമാണ്. ഇവിടെ ഹൈന്ദവർ ധാരാളം താമസിക്കുന്നവരുണ്ട്. അവർക്ക് അമ്പലങ്ങളുണ്ട്, പ്രതിഷ്ഠകളുണ്ട്, ദേവീദേവന്മാരുണ്ട്, അവർക്ക് ഉത്സവങ്ങളുണ്ട്, നേർച്ചപ്പറമ്പുകളുണ്ട്. അവരുടെ മൂർത്തികളുടെ ആഘോഷത്തിന്റെ ആരാധനയുടെ ഭാഗമായി അവർ നടത്തുന്ന ആ ഉത്സവങ്ങളിലേക്ക് പിരിവ് ചോദിച്ചു വരും. ആ സമയത്ത് പല വിശ്വാസികളായ ആളുകളും, അതിപ്പോ നമ്മളെ അയലക്കത്ത് നമ്മളെ കൃഷ്ണൻകുട്ടിയല്ലേ, നമ്മളെ പിന്നെ രാമനല്ലേ, നമ്മൾ പണിക്ക് വിളിക്കുന്ന ആൾക്കാരല്ലേ, നമ്മളെ രാവിലെ മുതൽ കണ്ടാ ചിരിച്ചോലല്ലേ എന്നും പറഞ്ഞിട്ട് 10 രൂപയുടെ എഴുതിക്ക് പറയും. 100 രൂപ കൊടുക്കും, കടക്കാർ 500 രൂപ കൊടുക്കും, 1000 കൊടുക്കും. പ്രിയമുള്ളവരെ, ഒരിക്കലും അവരാരും ബലാത്കാരമായി നമ്മുടെ വീട്ടിൽ കയറിയിട്ടോ കടയിൽ കയറിയിട്ടോ പൈസ ചോദിക്കുന്നില്ല. നമ്മൾ അവരോട് വളരെ സൗമ്യമായി, ഇതെന്റെ വിശ്വാസത്തിനെതിരാണ്, ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്നതിന് പകരം ബഹുദൈവ ആരാധന എന്ന വിശ്വാസത്തിൽ ഞാൻ എന്റെ പണം തന്നാൽ അത് എന്റെ റബ്ബിന്റെ സന്നിധിയിൽ ഞാൻ ബുദ്ധിമുട്ടായി പോവും. അതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം കുടിക്കണോ, ജ്യൂസ് കുടിച്ചോളി, നിങ്ങൾക്ക് അതല്ല ദാഹിക്കണ്ടോ, 4-5 കുപ്പി വെള്ളം വേണോ, അത് നിങ്ങൾ കൊണ്ടേക്കോളി. ഇനി അതല്ല നിങ്ങളിൽപ്പെട്ട പാവപ്പെട്ടതിൽ എടുത്തണ്ടോ, 500 രൂപ ഇൻഷാല്ലാ ഓർക്ക് എന്തെങ്കിലും സാധനം വാങ്ങി കൊടുത്താളി. പക്ഷെ ഈ മാർഗത്തിൽ തരാൻ പറ്റില്ല. ഇത് ഈ ഗൗരവത്തോടു കൂടി പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ ബദരീങ്ങൾ ആണ്ടിന് വേണ്ടി വരുമ്പോഴും ഏതെങ്കിലും മഹാന്റെ പേരിൽ ഉറൂസ് നടക്കുമ്പോഴും റബീഉൽ അവ്വൽ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത ബിദ്അത്തായ അനാചാരങ്ങൾ കടന്നു വരുമ്പോഴും അവിടെ എല്ലാം ആർജവത്തോടു കൂടി നട്ടലുയർത്തി പിടിച്ചുകൊണ്ട് ആ കാര്യം നമ്മൾ പറയണം. അവരോട് നമ്മൾ തർക്കിക്കണ്ട, അവരെ നമ്മൾ ചീത്ത പറയണ്ട, അവരുമായി ബന്ധം മുറിക്കണ്ട. എല്ലാ മനുഷ്യ സൗഹാർദ്ദവും എല്ലാ മാനവിക സൗഹാർദ്ദവും നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ആദർശത്തെ നമുക്ക് നിലനിർത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാനുൽ ഹകീം അല്ലാഹു തത്വജ്ഞാനിയായ ലുഖ്മാനുൽ ഹകീം തന്റെ മകനെ ഉപദേശിക്കുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഉപദേശമുണ്ട്. വഇൻ ജാഅദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. നിന്റെ മാതാപിതാക്കൾ അവർ രണ്ടുപേരും അല്ലെങ്കിൽ ഒരാള് അല്ലെങ്കിൽ രണ്ടുപേരും നിന്നോട് അല്ലാഹു തആലയിൽ പങ്കു ചേർക്കാൻ ശിർക്ക് ചെയ്യാൻ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഫലാ തുതിഉഹുമാ, നീ അവർ രണ്ടുപേരെയും അനുസരിക്കേണ്ടതില്ല. വിദേശത്ത് പോയി
മഹത്തായ തൗഹീദിന്റെ ആദർശമൊക്കെ മനസ്സിലാക്കി യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ചില പണ്ഡിത വേഷധാരികൾ കൊണ്ട് നടക്കുന്നതല്ല, മറിച്ച് ഇതാണ് എന്ന് പിന്നെ അറബ് രാജ്യങ്ങളിൽ പോയൊക്കെ പഠിച്ച് തൗഹീദ് ഉൾക്കൊണ്ട് 4 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ എയർപോർട്ടിൽ ഉമ്മ ഉണ്ടാവും, ബാപ്പ ഉണ്ടാവും, കുടുംബക്കാരുണ്ടാവും, എല്ലാവരും സ്നേഹിച്ചുകൊണ്ട് അവനെ താലോലിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് വാഹനത്തിൽ വന്ന് വീട്ടിലേക്ക് എത്തിയതിനു മുമ്പ് ഉമ്മ പറയും പോലെ ഒന്ന് മുമ്പത്തേക്ക് തിരിച്ചു വിട്, എന്റെ കുട്ടി കേടുപാടില്ലാതെ വന്ന ഞാൻ ഒന്ന് ജാറം മൂടാന്ന് നേർച്ചാക്കിയിരുന്നു. അവിടെ ഈ തൗഹീദ് ഉള്ളവന്റെ ആ തൗഹീദ് ആടുകയാണ്. ഉമ്മല്ലേ, ഞാൻ ആലോചിച്ച് വരികയല്ലേ, ഇന്നൊരു ഈസല്ലേ, സാരല്ലാണ്ട് വിട്ടാളി, കഴിഞ്ഞ കഥ പാടില്ല. അവിടെ അല്ല പറയാണ് മാതാപിതാക്കളോട് എല്ലാ ബഹുമാനവും പോലുള്ള കടപ്പാടുകളും നിലനിർത്തിക്കൊണ്ട് അവർ രണ്ടുപേരും ആ വിഷയത്തിൽ അനുസരിക്കരുത്. ദുനിയാവിൽ ഏറ്റവും നല്ല രീതിയിൽ നീ അവരോട് പരിചരിക്കുമ്പോൾ അവിടെ വാപ്പാനോടും മാനോടും തൗഹീദ് സ്വീകരിച്ചിട്ടില്ല, ശിർക്കിലാണ് എന്നതിന്റെ പേരിൽ വൈരാഗ്യം കാണിക്കാനോ നോട്ടം എത്താതിരിക്കാനോ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കാണാം, ദഖലൽ ജന്നതി റജുലുൻ ഫീ ദുബാബ് ദഖലൻ നാർ റജുലുൻ ഫീ ദുബാബ്. ഒരു ഈച്ചയുടെ കാര്യത്തിൽ ഒരാൾ സ്വർഗ്ഗത്തിൽ പോയി, കേവലം ഒരു നിസ്സാരമായ ഈച്ചയുടെ വിഷയത്തിൽ ഒരാൾ നരകത്തിലും പോയി. ഈച്ച കേട്ടോളി, ഞാൻ ഈ പറഞ്ഞ വിഷയം തൊട്ടു മുമ്പ് പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, അത് വലിയ കടുപ്പായിട്ടോ ഇയാൾ എന്തൊരു തീവ്രതയിലാ പോയി പറയണത്, 4-5 കൊല്ലം കഴിഞ്ഞ് ഗൾഫിൽ പറയുമ്പോ ഒരു ഉമ്മ പറയുമ്പോ എതിർക്കണോ എന്നൊക്കെ തോന്നും. കേട്ടോളി, അള്ളാന്റെ ഹബീബാണ് ഈ പറയുന്നത്. നബിയെ, എങ്ങനെയാണ് ഈച്ചയുടെ കാര്യത്തിൽ ഒരാൾ സ്വർഗത്തിലും ഈച്ചന്റെ കാര്യത്തിൽ ഒരാൾ നരകത്തിലും പോയത്? قوم لهم صنم لا يجوز أحدا حتى يقرب له شيئا. പറയാണ്, മുൻകാല സമൂഹത്തിൽപ്പെട്ട 2 മുസ്ലിമീങ്ങൾ, 2 തൗഹീദുള്ള ആളുകൾ, അവരിങ്ങനെ ഒരു വഴിയിലൂടെ യാത്ര പോവുകയാണ്. അവർക്കൊരു നാട്ടിലേക്ക് പോകണം. ആ നാട്ടിലേക്ക് പോകുമ്പോൾ അതിന് കവാടം കടക്കണം. ആ കവാടത്തിന്റെ അടുത്ത് ഒരു വിഗ്രഹമുണ്ട്. അതിന് എന്തെങ്കിലും പൈസയോ ഏതെങ്കിലും മൃഗത്തിന്റെ ചോരയോ അർപ്പിക്കാതെ കടന്നു പോകാൻ അദ്ദേഹം അനുവദിക്കൂല. അവർ തടഞ്ഞു വെച്ചു. ആ സമയത്ത് അതിൽ ഒരാള്, അവര് 2 പേരും അവരോട് പറഞ്ഞു, എന്ത്? ഞങ്ങളുടെ കയ്യില് ഇവിടെ നേർച്ച കൊടുക്കാൻ പൈസ ഇല്ല, മൃഗങ്ങളും ഇല്ല. ആ സമയത്ത് അവര് പറഞ്ഞു, എന്ത്? ദുബാബ്, അവിടെ പാറി കിടക്കുന്ന ഈച്ചണ്ടല്ലോ, ഈ ഈച്ചണ്ടല്ലേ, ഒരു ഈച്ചനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാ, നിങ്ങളെ കല്ലമ്മക്ക് തേച്ചാൽ മതി, ആ ചോരെങ്കിലും മതി, അല്ലാതെ നിങ്ങളെ വിടൂല എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് പ്രിയമുള്ള മുഅ്മിനീങ്ങള്, അതാ അതിൽ ഒരുത്തൻ തന്റെ തലവെട്ടുമോ ജീവൻ അവരെടുക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് അള്ളാന്റെ തൗഹീദിന്റെ 2ാം സ്ഥാനത്ത് കണ്ട് ആ ശിർക്ക് ചെയ്യാൻ അവൻ ഒരുങ്ങുകയാണ്. അങ്ങനെ ആ വിഗ്രഹത്തിന്റെ മാർഗത്തിൽ ആ ഈച്ചയുടെ ചോര നേർച്ച കൊടുത്തു. അവൻ നരകത്തിൽ പോയി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഫകാലമാ കുതിബ ലിഖർബൈൻ ലിഅഹദിൻ ശൈഅൻ ദൂന അല്ലാഹു അസ്സ വജല്ല ഫളറബഹു ലഹു വദഖലൽ ജന്ന. രണ്ടാമത്തെ ആളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആകാശഭൂമികളുടെ റബ്ബായ അല്ലാഹുക്കല്ലാതെ അവന്റെ പൊരുത്തം പ്രീതിയും ആഗ്രഹിച്ചല്ലാതെ ഒരിക്കലും ഒരു പ്രതിഷ്ഠക്കോ ഒരു ബിംബത്തിനോ ഒരു ജാറത്തിനോ ഒരു കല്ലിനോ ഒരു വലിയനോ ഒന്നും ഞാൻ നേർച്ച കൊടുക്കുകയില്ല. ഇതെന്റെ തൗഹീദാണെന്ന് പറഞ്ഞു. വെട്ടിക്കളഞ്ഞു. ഈച്ചന്റെ കാര്യത്തിലാണ് സ്വർഗത്തിൽ പോയി. നമ്മുടെ ഈമാൻ ഇവിടെയാണ് പരിശോധിക്കപ്പെടുന്നത്. നാം എവിടെയൊക്കെ പോകണം? നാം പ്രിയമുള്ളവരെ റബ്ബിനെയാണോ ഭയപ്പെടേണ്ടതല്ല, അള്ളാഹുവിന്റെ പടപ്പുകളെയാണോ? അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശ്വാസികള്, ബലി എന്ന് പറയുന്നത് അത് സൂക്ഷ്മതയുള്ള ഒരു വലിയ ഇബാദത്താണ്, അള്ളാഹ്ക്കുള്ള ആരാധനയാണ്, തീവ്രമായ റബ്ബിലേക്കുള്ള സമർപ്പണമാണ്. അതാണ് ഈ ദുൽഹിജ്ജയിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്ന ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങൾ. മഹാനായ ഖലീലുർ റഹ്മാൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ
ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈ രണ്ട് നബിമാരുടെ ചരിത്ര സ്മരണയിൽ നിന്ന് ഉയർന്നിട്ടുള്ളതാണ് ദുൽഹിജ്ജയിൽ ആരാധനാ കർമ്മങ്ങളും അതുപോലെ തന്നെ അറബ് എന്ന ഉലൂഹിയ്യത്തും ബലികർമ്മവും. ഒരു പിതാവിന്റെയും പുത്രന്റെയും ഈമാനിന്റെയും ഇത്തിബാഇന്റെയും അനുസരണയുടെയും കർമ്മസന്നദ്ധതയുടെയും ത്യാഗോചരമായ ചരിത്രമാണ് പ്രിയമുള്ളവരെ നമുക്കവിടെ കാണാൻ കഴിയുന്നത്. വാർദ്ധക്യ സമയത്ത് മഹാനായ ഖലീലുർ റഹ്മാൻ റബ്ബിനോട് തേടുകയാണ്, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അല്ലാഹ് നീ എനിക്കൊരു സാലിഹായ മകനെ തരണേ. അങ്ങനെ അല്ലാഹു തആല മകനെ കൊടുത്തു. ആ മകൻ വളർന്നു വന്ന് ഏകദേശം വാപ്പാന്റെ കൈ പിടിച്ച് വാപ്പക്കും ഉമ്മക്കും ഒരല്പം വെള്ളമൊക്കെ കോരി കൊടുക്കാനും ജോലിയൊക്കെ ചെയ്ത് പൈസ കൊണ്ടുവരാനും കഴിയുന്ന ഒരു നല്ല പ്രായമെത്തിയ സമയത്ത് അല്ലാഹ് വീണ്ടും അതാ പരീക്ഷിക്കുകയാണ്. സ്വന്തം കരങ്ങൾ കൊണ്ട് ഇസ്മായിൽ നീ അറുക്കണം ഇബ്രാഹിമേ, ഇതെന്റെ കൽപ്പനയാണ്. വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളെ 37-ാം അധ്യായം സൂറത്ത് സ്വാഫാത്തിന്റെ 107 മുതൽ ആയത്തിലുള്ള അല്ലാഹു തആല ഈ കാര്യം പറയുന്നു. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അല്ലാഹുവിനോട് സാലിഹായ സന്താനത്തെ വേണ്ടി തേടി ഫബശർനാഹു ബിഅലാമിൻ അലീം, അല്ലാഹു തആല സൽവർത്തനായ ഒരു സന്താനത്തെ ഇബ്രാഹിം നബിക്ക് നൽകി. ഫലമ്മാ ബലഅ മഅയസ, അങ്ങനെ ആ കുട്ടി ഇബ്രാഹിം നബിയുടെ കൂടെ നടക്കാനുള്ള പ്രായമായപ്പോ പ്രാപ്തിയെത്തിയ സമയമായപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് കൽപ്പിച്ചു, നീ നിന്റെ മകനെ അറുക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ മകനിലേക്ക് വന്നുകൊണ്ട് മക്കയിലേക്ക് വന്നുകൊണ്ട് പറയുന്നു, ഖാല യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇന്നി അറാ ഫിൽ മനാം, ഞാനിതാ സ്വപ്നം കണ്ടിട്ടുണ്ട്, അല്ലാഹ് എനിക്ക് വഹി നൽകിയിട്ടുണ്ട് സ്വപ്നത്തിലൂടെ, അന്നി അദ്ബഹുക, നിന്നെ അറുക്കാൻ, ഫൻദുർ മാദാ തറാ, എന്താണ് നിന്റെ അഭിപ്രായം മോനെ? ആലോചിച്ച് നോക്കി, നമ്മളെ മകനെ നമ്മളെ കൈ കൊണ്ട് അറുക്കണമെന്ന് അല്ലാഹ് കൽപ്പിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ വാപ്പ എന്ന് പറഞ്ഞാൽ എന്തേക്കാരം നമ്മളെ മകന്റെ മറുപടി? വാപ്പ നിങ്ങളെ ആളെ നോക്കി ഇന്ന ആക്കണ്ട അല്ലേ? ഇനി വാപ്പാനോട് അല്ലാഹ് കൽപ്പിച്ചാലോ? അതുവരെ മുസ്ലിമായ വാപ്പ പറയും, കുറെയൊക്കെ ഞാൻ എല്ലാ നിസ്കാരം അജ്ജും കുറച്ച് ത്യാഗമൊക്കെ ചെയ്തിട്ട് ഇതിനെ കൊണ്ട് കഴിയുന്നത് കുറച്ച് കടുത്ത കൈയാണ്, എനിക്ക് ഇസ്ലാമും വേണ്ട, ലാൽ സലാമും പറയും അല്ലേ? ഇന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ മകനോട് അത് പറഞ്ഞപ്പോൾ ആ മകന് ഹാജറ എന്ന ഉമ്മയിൽ നിന്ന് കിട്ടിയ തർബിയത്ത് എന്താ, അഖീദ എന്താ, ഇസ്ലാം എന്താ? ആ റബ്ബിലുള്ള സമർപ്പണമാണ്. പാപ്പ ഏതെങ്കിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലോ ഏതെങ്കിലും മർക്കസിലോ ഏതെങ്കിലും സലഫിയ കോളേജിലോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ആ ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് കിട്ടിയ ഈമാനാണ്, ഇഖ്ലാസാണ്, ഇത്തിബാഅാണ്. ആ സമയത്ത് ഖാലയാ അബതി, എന്റെ വാപ്പച്ചിയെ, അഫ്അൽ മാ തുമറൂ, അല്ലാഹ് കൽപ്പിച്ചതല്ലേ നിങ്ങൾ അനുസരിച്ചോളൂ. ഫസതജിദൂനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, സതജിദൂനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, ഞാൻ ക്ഷമാലുക്കളിൽ നല്ല ഒരു മകനായി നിങ്ങൾക്ക് കാണാം. അങ്ങനെ അല്ലാഹുവിന്റെ കൽപ്പനക്ക് വേണ്ടി രണ്ടുപേര് സന്നദ്ധരാവുകയാണ്. അല്ലാഹു തആലയുടെ കൽപ്പനക്ക് വേണ്ടി അതാ ജംറത്തുൽ അഖബയിലോ ജംറത്തുൽ ദുനിയയിലോ നമ്മൾ കല്ലെറിയാറില്ലേ മുഅ്മിനീങ്ങളെ, അവിടേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം മകനെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവിടെ ചെരിച്ചു വെച്ച് കഴുത്തിങ്ങനെ ചെരിച്ചു വെച്ചപ്പോൾ കത്തി അങ്ങ് വെക്കാൻ കൊണ്ടുവന്നപ്പോ ഇബ്രാഹിം, അല്ലാഹ് വിളിച്ചു, ഇബ്രാഹിമേ, അത് സ്വദ്ദഖത, നീ നിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരമാണ് സൽവൃത്തർക്ക് നാം പ്രതിഫലം നൽകുന്നത്. ഇന്ന ഹാദാ ലഹുൽ ബലാഉൽ മുബീൻ, ഇത് പ്രകടമായ വ്യക്തമായ താങ്ങാൻ കഴിയാത്ത വലിയൊരു ഫിത്ന പരീക്ഷണം തന്നെയാണ്. അല്ലാഹ് കൽപ്പിച്ച അല്ലാഹ് കൊടുത്ത ആ ഫിത്നയെ കുറിച്ച് അല്ലാഹ് തന്നെ പറയാണ്, ഇത് താങ്ങാൻ പറ്റാത്തതാണ്. സംശയം ഉണ്ടോ നമുക്ക് ആർക്കെങ്കിലും? താങ്ങാൻ പറ്റാത്തല്ലാന്നുണ്ടോ? അല്ലാന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് അല്ലാഹു തആല പറയാണ്, ഫതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ മകന്റെയും ആ സ്മരണകളെ നാം സൽകീർത്തിയായി ബാക്കി വെച്ചു. ഇന്നും അത് ലക്ഷോപലക്ഷം ഹാജിമാര് അവിടേക്ക് നടന്നു നീങ്ങുകയാണ്. അവര് ദുൽഹിജ്ജ 8 മുതൽ പ്രിയമുള്ളവരെ 14 വരെ അവിടെ പിതാവ് തവാഫും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മുഴുവൻ സമയവും ഈ ഇബ്രാഹിം അലൈഹിസ്സലാം
ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ആ സ്മരണകളാണ്, റബ്ബിന്റെ വഹദാനിയത്താണ് അവിടെ വളർത്തുന്നത്. 4500 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നും ആ മഹാപുരുഷന്മാർ സ്മരിക്കപ്പെടുന്നു ഇസ്ലാമിക് ലോകത്തെങ്കിൽ എത്ര വലിയ ത്യാഗികളാണ് അവര്. ആ മില്ലത്ത് ഇബ്രാഹിമിന്റെ പാതയിൽ പിൻപറ്റേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഒരു മൃഗത്തെ നാം പോറ്റി സ്വന്തം കൈകൊണ്ട് അറുക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി എന്നും ത്യജിക്കുക എന്ന സന്നദ്ധതയാണ് അവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ പൈസക്കാരുണ്ടോ ഇല്ല, എത്ര ആളുണ്ട് എനിക്കറിയില്ല. ഞാൻ ദയവ് ചെയ്ത് പറയാൻ, ഒരു 65,000 രൂപ മുടക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളത് ചെയ്തോളി. വർഷത്തിൽ ഒരിക്കലാണ് ആ ത്യാഗം. കൊടുക്കീകള് പള്ളിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് പെരുന്നാൾ ദിവസം കെട്ട് എവിടെയാണോ കൂട്ടമായി അറക്കുന്നത് അവിടെ കൊണ്ടുപോയി കൊടുക്ക്. ബിസ്മി ചൊല്ലി തക്ബീർ ചൊല്ലി കഴുത്തിൽ കത്തിവെക്ക്. 65,000 രൂപ പോകൂല. അള്ളാന്റെ കോടതിയിൽ മീസാൻ നിറയും. കഴിയില്ലേ? ഷെയർ ചേരുക. ഒന്ന് പോരാ, 3, 4 മറക്ക. ഏറ്റവും കൂടുതൽ ഈ മഹലിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ അറുക്കാൻ വേണ്ടി മത്സരിക്കുക. റസൂലുള്ളാഹി പറഞ്ഞു സ്ത്രീകളോട്, സ്ത്രീകളെ നിങ്ങളും അതിന് ഷെയർ ചേരുക, പങ്കാളികളാവുക എന്ന് പറഞ്ഞു. സഹാബ വനിതകൾ പങ്കാളികളായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ വീട്ടിലെ സഹോദരിമാരോട് ഉമ്മാരോടൊക്കെ പറയാനുള്ളത്, പൈസ അവിടെയും പടി കെട്ടിപ്പൂട്ടി വെക്കണ്ട. കൈകളിലുള്ള മോതിരവും ആഭരണങ്ങളും ഒക്കെ അതിൽ അള്ളാന്റെ മാർഗത്തിൽ ചെലവാക്കിക്കോളി കുറച്ചൊക്കെ. അതുകൊണ്ട് ഒരു നട്ടവും നാളെ നിങ്ങൾക്ക് വരില്ല. അതുകൊണ്ട് ഈ ഹദീസ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചോളി. ഇമാം അബൂ നസാഇയും ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ചതാണ്. മൻ വജദ സഅത ഫലം യുളിഹാ ഫലാ യുഖറബന മുസ്ലിമാ. മുസല്ലന കഴിവുണ്ടായിട്ടും ഉലൂഹിയത്തിൽ പങ്കെടുക്കാൻ കഴിവുണ്ടായിട്ടും ഇക്കൊല്ലം പ്രാരാബ്ദം പറയാ, അല്ലെങ്കിൽ വേറെ ആളെ കാണാൻ അപ്പുറത്ത് കൊണ്ടേ കൊടുക്കുക, വേറെ ഏതെങ്കിലും കമ്മിറ്റി കൊണ്ടേ കൊടുക്കുക. അതൊക്കെ ചെയ്ത് തരികിട കളിച്ച് ഈ ഉദൂയത്തിൽ നിന്ന് ഷെയർ ആയി കൊടുക്കുന്നതിൽ നിന്നോ ഒന്നു വാങ്ങി അറുക്കുന്നതിൽ നിന്നോ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും ആരെങ്കിലും എസ്കേപ്പ് ആയാൽ അവൻ ദുൽഹിജ്ജ പെരുന്നാളിന് നമ്മളെ പള്ളിക്ക് വരണ്ട, മുസല്ലയിലേക്ക് വരണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അത് പെരുന്നാളിന്റെ മുമ്പ് കൊടുക്കണം. പെരുന്നാൾ കഴിഞ്ഞിട്ട്, പെരുന്നാളിന്റെ അറവ് കഴിഞ്ഞിട്ട് കൊടുക്കണം. അതിന് മുമ്പ് കൊടുത്താൽ വെറും സ്വതക്ക മാത്രമേ ആവൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിൽ ഈ ധർമ്മനിഷ്ഠ പാലിച്ചുകൊണ്ട് ചരിത്ര സ്മരണകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മില്ലത്ത് ഇബ്രാഹിമിന്റെ പാതയും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ചുകൊണ്ട് ഒരു മുവഹ്ഹിദ് മുഅ്മിനും ശുദ്ധ തൗഹീദുള്ളവനും ശിർക്കിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു പടവാളായിക്കൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സമ്പത്തും ആരോഗ്യവും മനസ്സും ആ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള ഇഖ്ലാസും ഈമാനും ഇത്തിബാഉം അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറുഹു. الحمد لله حمدا كثيرا طيبا مباركا فيه. أشهد أن حبيبنا محمد صلى الله عليه وسلم رسول الله سيد الأولين والآخرين وخاتم الأنبياء والمرسلين وحبيب رب العالمين. اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹുവിന്റെ മാർഗത്തിൽ അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അപ്പോ ഉലൂഹിയത്തിന്റെ ബലിപെരുന്നാൾ ദിവസത്തിൽ നാം നിർവഹിക്കുന്ന ഉലൂഹിയത്തിന്റെ ശ്രേഷ്ഠതയും ഇതിന്റെ പ്രാധാന്യവും ഇതിന്റെ ചരിത്രവുമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബലിയുടെ ദിനം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് യൗമുൻ നഹർ എന്ന ദുൽഹിജ്ജ 10-ാം ദിനമാണ്. എന്നാൽ അയ്യാമു തശ്രീഖ് എന്നറിയപ്പെടുന്ന 11, 12, 13 ദിവസങ്ങളും അതിൽ ഉൾപ്പെടും. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എണ്ണപ്പെട്ട ദിവസങ്ങൾ, അതും ഹജ്ജിന്റെ ദിനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പെരുന്നാളിന്റെ അന്ന് അറക്കാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിച്ചാൽ ആരും ബേജാറാണ് ആവശ്യമില്ല. 2-ാം പെരുന്നാൾക്കും 3-ാം പെരുന്നാൾക്കും അറക്കാം. 4-ാം പെരുന്നാൾക്കും അസറിന് മുമ്പ് വരെ സമയമുണ്ട്. അപ്പോ എന്നാൽ അന്നത്തെ ദിവസം തന്നെ അറുക്കലോ അത് ആ ദിവസങ്ങളിൽ ശ്രേഷ്ഠത എന്ന നിലക്ക് ആ ദിവസത്തിൽ പ്രാധാന്യമുള്ളത് എന്ന് മാത്രമേ ഉള്ളൂ. വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിന്റെ 28-ാമത്തെ ആയത്തിലൂടെ ആ കാര്യം നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അറുക്കുന്ന ആളുകൾ അവരെ കുടുംബത്തിൽ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി പ്രത്യേകം വേറെ വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ അറുക്കുന്ന സമയത്ത് നിയ്യത്തും പ്രാർത്ഥനയും ഉണ്ടായാൽ മതി എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും.
നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുകയാണ്, ശൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽഹാബിൽ മുസല്ല. പെരുന്നാൾ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ കഴിഞ്ഞു, നമസ്കാരവും ഖുതുബയും കഴിഞ്ഞു. ഫലമ്മ ഖളാ ഖുതുബതു നസ്സല മിൻബരിഹി. ഖുതുബ കഴിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻബറിൽ താഴെ ഇറങ്ങി. എന്നിട്ട് വഉതിയ കബശൈനി വദബഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ കൊണ്ട് തന്നെ ആ രണ്ട് തൂവെള്ള നിറമുള്ള ആടുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറുത്തു. ഫഖാല, അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇതാ ഈ മൃഗത്തെ അറുക്കുകയാണ്. ഹാദാ അന്നീ വലം യുളിഹ മിൻ ഉമ്മതി. ഇതിന്റെ പ്രതിഫലം അല്ലാഹ് എനിക്കും എന്റെ ഉമ്മത്തിൽ അറുക്കാൻ പറ്റാത്ത സാധുക്കൾക്കും നീ നൽകണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെ കുടുംബത്തില് ബാക്കിയുള്ളവർക്കും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറവ് നിർവഹിക്കാം, അതിന് തകരാറില്ല. എന്ത് ഈ പ്രാർത്ഥനയോട് കൂടിയാണെങ്കിൽ എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ തന്നെ ബലിയുടെ നിയമം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ ഒന്നും കൂടെ സൂചിപ്പിക്കും. ഓർമ്മപ്പെടുത്തുക മാത്രമാണ്, നമ്മൾ ദുൽഹിജ്ജ 1 പിറന്നു കഴിഞ്ഞാൽ ഉലൂഹിയത്തിന് ഷെയർ കൂടിയ ആളുകളും അറക്കാൻ തീരുമാനിച്ച ആളുകളും അവരവരെ നഖം, മുടി ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ അവരെ ശരീരത്തിൽ എടുക്കാൻ പാടില്ല അറവ് കഴിയുന്നതുവരെ. അതൊരു ത്യാഗമാണ്, അതിന്റെ മത നിയമമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1/3 നമുക്ക് എടുക്കാം, ബാക്കിയുള്ളത് നമ്മുടെ കുടുംബങ്ങൾക്ക്, അതേപോലെ കുടുംബങ്ങളിലെ പാവപ്പെട്ടവർക്ക്, അയൽവാസികൾക്ക്, ദരിദ്രന്മാർക്കൊക്കെ നമ്മൾ കൊടുക്കാം. അതേപോലെ തന്നെ സ്ത്രീകൾക്കും ആ ഷെയറിൽ പങ്കുചേരാമെന്ന് ഹദീസിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഉലൂഹിയത്തിന്റെ മര്യാദകളെ സംബന്ധിച്ച് മറ്റു ഹദീസുകൾ കാണാൻ കഴിയുന്ന കാര്യമാണെന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നെ തോല്, എല്ല്, അതേപോലെ തന്നെയുള്ള അതിന് മറ്റു സംഗതികൾ ഇതൊക്കെ ദാനം ചെയ്യല്ലാതെ അതൊരിക്കലും അറവുകാരുടെ കൂലിയിൽ കീച്ച് കൊടുക്കാൻ പാടില്ല. ഇതും അതിന്റെ നിയമങ്ങളിൽ പെട്ടതാണ്. വരാൻ പോകുന്ന അറഫാ നോമ്പുകളും ഒക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ മുന്നിൽ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ലഭിച്ച ഈ 2 ഖുതുബകൾ അതിന് ഞാനും നിങ്ങളും സാക്ഷിയാണ്. അല്ലാഹു തആലയോട് ചോദിക്കും. അതുകൊണ്ട് പള്ളിയിൽ നേരത്തെ എത്തി ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച് ഇതുപോലെ സഫായിരുന്ന് കഴിയുന്ന സമയം അല്ലാഹുവിന്റെ ഇബാദത്തുകളും ദിക്റുകളും ദുആകളും കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ മാത്രമായി ബലിയർക്കുക, റബ്ബിന്റെ മാർഗത്തിൽ മാത്രമായി നമ്മൾ ജീവിതത്തെ സമർപ്പിക്കുക. അല്ലാഹു അല്ലാത്ത ഒരു പടപ്പുകളിലേക്കും ഒരിക്കലും നമ്മുടെ നേർച്ചകളോ വഴിപാടുകളോ കൊടുക്കരുത് മുഅ്മിനീങ്ങളെ. എത്രയോ ആളുകൾ നമുക്കറിയാം വണ്ടി ഓടിച്ചു പോകുന്ന സന്ദർഭങ്ങളിൽ മഖാമുകളിലുള്ള നേർച്ചക്കുറ്റികളിലേക്ക് പിന്മറിയാറുണ്ട്. എന്നാൽ പള്ളി പരിപാലന സംഭാവന ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പള്ളിക്കുറ്റികൾ എത്രയോ ഉണ്ട്. അവിടേക്ക് എന്താ ഇതുപോലെ 500 100 കൊണ്ടുപോയി ഇടാത്തത്? എന്താ ഇടാത്തത്? അള്ളാന്റെ ഭവനത്തിലേക്ക് വേണ്ടി എന്താ കൊടുക്കാത്തത്? ഇത് അള്ളാന്റെ സൃഷ്ടികളാണ്, ആ സൃഷ്ടികൾക്ക് വേണ്ടി കൊടുക്കുക. അത് നമ്മളെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ തടയുമെന്നാണ്. ഇത് തരിച്ച ജാഹിലിയ വിശ്വാസമാണ്. മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ പരിശുദ്ധ കഅബാലയത്തിനുള്ളിൽ 360ഓളം വിഗ്രഹങ്ങൾ വെച്ചിരുന്നു. അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം പോലെയുള്ള അമ്പിയാക്കളുടെ, സ്വാലിഹുകളുടെ, വലികളുടെ ആളുകളുടെ ഒക്കെ രൂപങ്ങൾ വെച്ചിരുന്നു. അവിടെയെല്ലാം അള്ളാഹിനോടും അവർ പ്രാർത്ഥിക്കും, ഈ മഹാത്മാക്കളോടും തേടും, അള്ളാഹ്ക്ക് നേർച്ച കൊടുക്കും, ബൽക്ക് നേർച്ച കൊടുക്കും. അതുകൊണ്ട് അല്ലാഹു തആല അവരോട് പറഞ്ഞു കൊടുത്തു, എന്തു നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം, റബ്ബിന് മാത്രം നൽകണം. ആ സമയത്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ എറിഞ്ഞാട്ടിയത്. മനുഷ്യന്മാരിൽ ഉണ്ട് ആര്? അവരാരാണ്? അവർ അള്ളാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കുന്നവരാണ്. അള്ളാഹിന്റെ കൂടെ മറ്റുള്ളവരെയും വിളിച്ചോളൂ എന്ന് പറഞ്ഞാലോ ഇദാഹും യസ്തബ്ശിറൂൻ വഇദാ ദുക്കിറല്ലാഹു വഹ്ദഹു ഇസ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ വഇദാ ദുക്കിറ മിൻ ദൂനിഹി ഇദാഹും അള്ളാഹനെ മാത്രം എന്ന് പറഞ്ഞാൽ ആ ആളുകൾക്ക് ദേഷ്യം പിടിക്കും. ഇന്ന് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകത്തു തന്നെയുള്ള പ്രിയമുള്ളവരെ ഈ മാത്രത്തിൽ തന്നെയാണ് പ്രശ്നമുള്ളത്. അള്ളാഹ്ക്ക് മാത്രം നിങ്ങളുടെ പ്രാർത്ഥനകൾ, സഹായങ്ങൾ, നേർച്ചകൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിനെ ഖണ്ഡിക്കാൻ, ആ തൗഹീദിനെ കീറിമുറിക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ തൗഹീദിൽ പ്രസ്ഥാനത്തിൽ നിന്ന് പോലും ആളുകൾ ഇടംതിരിഞ്ഞു പോയി പഴച്ച വിശ്വാസം എന്ന് പറഞ്ഞാൽ വേലി തന്നെ വിളകുന്നു എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയാനുള്ളത്? ഈ അപകട
അപകടകരമായ അവസ്ഥയെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും റബ്ബാണ് നമ്മുടെ വക്കീൽ, അവനിലാണ് നമ്മുടെ ഫലമേൽപ്പിക്കൽ. അവൻ നൽകുന്ന പരീക്ഷണങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് മുവഹ്ഹിദുകളായി മുത്തബികളായി മുഹ്സിനുകളായി ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉലൂഹിയ്യത്ത് എന്ന വലികർമ്മത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി സ്ത്രീകളും അതുപോലെ പുരുഷന്മാരും ഒരുമിച്ച് കമ്മിറ്റിക്കാരുമായി ചേർന്ന് ഐക്യകണ്ഠേന ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ ഉലൂഹിയ്യത്തിനെ ഗംഭീരമാക്കാൻ അവര് തയ്യാറാകണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداء الدين. اللهم انصر المسلمين في كل مكان. ربنا تقبل منا صلاتنا وصيامنا وركوعنا وسجودنا واعتدالنا يا ارحم الراحمين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. اقول قولي هذا استغفر الله لي ولكم وجميع المسلمين من كل ذنب واستغفروه انه الغفور الرحيم. وصلى الله وسلم تسليما كثيرا. اقم الصلاه.